ഇന്ന് രാമായണം 24-ാം ദിവസം യുദ്ധകാണ്ഡത്തിലെ രാവണനും ശുകനും തമ്മിലുള്ള സംവാദമാണ്. മൊത്തം 1135 മുതൽ 1156 വരെ ആണത് യുദ്ധകാണ്ഡത്തിലാണ്. അപ്പോൾ നമുക്ക് രാവണ ശുക സംവാദം വായിക്കാം. അപ്പോൾ ഈ രാവണ ശുക സംവാദത്തിൽ നമുക്ക് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ദൂതൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്ദേശം കൊണ്ടുവരുന്ന ഒരാൾ. അത് ശത്രുരാജ്യത്തായിരിക്കും, ശത്രുപക്ഷത്തായിരിക്കും, അന്യരാജ്യത്തിനായിരിക്കും, എവിടെ നിന്ന് വന്നാലും, ഇന്ത്യയിലേക്ക് ചൈനയിൽ നിന്ന് ഒരാൾ വന്നാലും, ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ ദൂതൻ എന്ന വകയിൽ സംസാരിക്കാൻ വന്നാൽ അയാളെ വധിക്കാൻ പാടില്ല എന്നാണ് ഈ ശൂകൻ്റെ കഥയിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ തത്വങ്ങൾ നമ്മുടെ രാമായണത്തിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ദൂതൻ അല്ലെങ്കിൽ അതിഥിയായി വന്നാലും ദൂതനായി വന്നാലും നമ്മൾ അവരെ എന്ത് കോലാഹലം കാട്ടിയാലും നമ്മൾ തിരിച്ചയക്കും. അതാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആധ്യാത്മികതയിൽ തന്നെ നമ്മളെ ധർമ്മം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ നിയമമൊന്നും വേണ്ട, നമുക്ക് അത് നമ്മളിൽ ലയിച്ചു ചേർന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ശുകൻ ശ്രീരാമസന്നിധിയിലേക്ക് പോയി അവിടെ നിന്നാണ് വധിക്കാനൊരുങ്ങുമ്പോൾ നമ്മളെ ശ്രീരാമനിലൊക്കെ ദൂതൻ അവനെ അവധ്യൻ അയപ്പിൻ എന്ന് പറഞ്ഞ് വിട്ട് രണ്ടാമത് അയച്ചത്. നമുക്കിത് വായിക്കാം. പന്തിമുഖനും അവനോട് ചോദിച്ചാൻ, എന്തോ നീ വൈകുവാൻ കാരണം ചൊല്ലടോ. അപ്പം ഇത് ശുകൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് രാവണനോട് പറയുന്നതാണ് രംഗം. പന്തിമുഖനും അവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ. വാനരേന്ദ്രന്മാർ അറിഞ്ഞു പിടിച്ച് അഭിമാന വിരോധം വരുത്തിയാരോ. തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മനസ്സേ ഖേദം കളഞ്ഞു ചൊല്ലിടടോ. രാത്രിഞ്ചരോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോനോടു ചൊല്ലിടിനാൽ. രാക്ഷസരാജപ്രവരാ ജയ ജയം മോക്ഷോപദേശമാർഗേന ചൊല്ലിടിനാൽ. സിന്ധുതൻ ഉത്തര തീരോപരിചൻ അന്തരമെന്നിയെ താൻ തവ വാക്യങ്ങൾ ചൊന്ന അവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ. രാമ പ്രഭോ പാകി ഇമം നാമയം പൂണ്ടു കരഞ്ഞ് നാദം കേട്ടു. ദൂതൻ അവനെ അയപ്പീൻ ആദരവോടു അരുൾ ചെയ്തു ദയാപരൻ. അപ്പോൾ ദൂതനെ നമ്മൾ എന്താക്കണം? ഞാൻ വൈകുന്നേരം